ഇപ്പോൾ ഈ വി ഡി സതീശനിൽ മാത്രം ആണോ ഇങ്ങനൊരു വിവേചനം നേരിട്ടത്? മറ്റ് നേതാക്കളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ, ഇത്തരം ചൂഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഞാൻ എൻ്റെ പൊതുരംഗത്ത് ഈ ആളുകളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു നേതാവിനെ കണ്ടിട്ടില്ല. ആളുകളോട് ഒരിക്കലും രമേശ് ആണെങ്കിലും ഉമ്മൻചാണ്ടി സാറാണെങ്കിലും എന്ത് പൊളൈറ്റാണ്, എന്ത് ഡൗൺ ടു എർത്താണ്. ഒരു ഏഷ്യാനെറ്റ് സാറൊക്കെ ആണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം എണീറ്റ് നിന്നാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു സംസ്കാരമുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെ ആട്ടിപ്പായിക്കുക, വേദനിപ്പിക്കുക, ആളുകളെ കരയിപ്പിക്കുക, ഒരുതരം സാഡിസമാണ്, ഒരു പ്രതികാര ബുദ്ധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞു, എൻ്റെ പരാതി പരിശോധിക്കും. നിങ്ങളെല്ലാവരും കണ്ട, നിങ്ങളതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അദ്ദേഹത്തിനെ പേടിപ്പിച്ച് സ്തംഭിപ്പിച്ച് നിർത്തിയിട്ടാണ് അദ്ദേഹം 1 മണിക്കൂറിനുള്ളിലാണ് എന്നെ പുറത്താക്കിയത്. ഇവിടെ ഒരു അച്ചടക്ക സമിതിയുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചെയർമാനായിട്ടുള്ള. അത് എന്തിനു വേണ്ടിയായിരുന്നു? ആ അച്ചടക്ക സമിതിയെ പോലും ആ അച്ചടക്ക സമിതിക്ക് പേടിയായിരിക്കും ചിലപ്പോൾ വി ഡി സതീശന്. അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഒന്ന് ചോദിക്കുമായിരുന്നു, എന്താണ് കാരണം എന്നൊന്ന് അറിയണമല്ലോ, എന്താണ് കാരണം? സിമി റോസ്ബെൽ അങ്ങനെ വനിതകളെ ചീത്ത പറയുന്ന ആളല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ വനിതകളെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണെന്നും എല്ലാ കാലത്തും എൻ്റെ വണ്ടിയിൽ ഒരു 5-6 വനിതകളെ ഒരുമി ഇരിക്കാൻ 4 പേർക്കൊക്കെ അല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് ഓരോ പരിപാടികൾക്കും എല്ലാത്തിനും. അപ്പോൾ അദ്ദേഹം അത് ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ല എന്ന് അറിയാവുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പോലും ഇദ്ദേഹത്തെ ഭയപ്പെടുകയാണ്. അതായത് പ്രവർത്തകരോടും അണികളോടൊക്കെ ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടിയാണോ വി ഡി സതീശൻ പ്രതികരിക്കുന്നത്? അങ്ങനെയാണോ സിമി കരുതുന്നത്? കാരണം നേരത്തെ പല മാധ്യമങ്ങളോടും സിമി പറയുകയുണ്ടായി, PT തോമസിന്റെ മൃതദേഹത്തിനരികെ നിൽക്കുന്ന സമയത്ത് ഈ സതീശൻ ഇത്രയും ധിക്കാരത്തോടുകൂടി സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. K ബാബുവിനെ കൊണ്ടാണ് സംസാരിപ്പിച്ചത്, K ബാബുവിനെ കൊണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പ്രതിപ്പെടുത്താൻ K ബാബുവിന് എന്നോട് അങ്ങനെ സംസാരിച്ചേ പറ്റൂ. ഞാൻ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിച്ചതാണ്. നിങ്ങൾക്ക് പറ്റിയാൽ ആ ക്ലിപ്പിംഗ്സ് എന്താ അതിന് പറയുന്നത്, നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ അറിയാം. ഇഷ്ടമില്ലാത്തവരെ തീർത്ത് കളയും. എന്നാണ് എന്നെ തീർക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാം. എൻ്റെ അമ്മ വല്ലാതെ ഭയന്നിരിക്കുവാണ്. കാരണം ഈ മീഡിയാസ്, മലയാള മനോരമ അവരുടെ ബാലജനസഖ്യത്തിലൂടെ വളർത്തിക്കൊണ്ടു വന്ന ഒരാളാണ് ഞാൻ എൻ്റെ കുഞ്ഞ് നാളുകളിൽ. ആ മലയാള മനോരമയിൽ ഈ വാർത്ത ഇന്ന് ലോകം ഈ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ മനോരമയിൽ ഒരു ചരമക്കുറിപ്പ് പോലെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്താണ് എന്ന് അന്ന് ആലോചിച്ച് നോക്കി. അവരുടെ PR വർക്ക് എന്താണ്? ജെബി മേത്തർ, ഇന്നിപ്പം മണി പവർ, അതൊരു വലിയ ഘടകമാണ് പാർട്ടിയിൽ. ഇപ്പോൾ ഈ സതീശനെതിരെ ഇങ്ങനെ സിമി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം തന്നെ ജെബി മേത്തർ MP-യുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ പേരെടുത്ത് നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്ക് ആ ആരോപണത്തിൽ അത്രയും ഉറച്ചു നിൽക്കുന്നതുകൊണ്ട്, അത്രയും ധൈര്യമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ. ഞാൻ പോസ്റ്റ് ആഗ്രഹിക്കുന്നില്ലല്ലോ.